RRB NTPC എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ സിലബസിലെ എല്ലാം പഠിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളുടെ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയാൽ തന്നെ സെലക്ഷൻ നിങ്ങളെ തേടി വരും. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് റിസർച്ച് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്ററിലെയും സെക്ഷനുകളാണ് ഹരീസ് വിഷൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതുവരെയും എക്സാമിന് പഠിച്ചു തുടങ്ങാത്ത ആളാണെങ്കിലും എക്സാമിന് ഈ വീഡിയോ ഗുണം ചെയ്യുമെന്നുള്ളത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. സോ അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ ആദ്യം റീസണിങ്ങിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് കോഡിംഗ്, സീരീസ്, അനലോജി, ക്ലാസിഫിക്കേഷൻ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ആൻഡ് പസിൽസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, സിലോജിസം, ബ്ലഡ് റിലേഷൻസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പഠിക്കണം. റിവൈസ് ചെയ്യുന്നവർ ആദ്യം ഇതിന് മുൻതൂക്കം കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള ടോപ്പിക്സിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30 ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് നമ്മുടെ മാത്സിൽ LCM ആൻഡ് HCF, സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, ആവറേജസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, മെൻഷറേഷൻ, ടൈം ആൻഡ് വർക്ക്, പെർസെൻറ്റേജ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സാധാരണ എക്സാംസിന് ഇത്രയും ക്വസ്റ്റ്യൻസാണ് ചോദിക്കാറുള്ളത്. ഇനി അടുത്ത് ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സ്ട്രാറ്റജിക്ക്, എക്കണോമിക്സ്, ജിയോഗ്രഫി ഇവ ചേരുന്നതാണ് നമ്മുടെ ജനറൽ അവയർനെസ്. അതിൽ 40 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഹിസ്റ്ററിയിൽ നോക്കാം. ഹിസ്റ്ററിയിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, മൗര്യൻ ആൻഡ് ഗുപ്ത എംപയേഴ്സ്, ഡൽഹി സുൽത്താനേറ്റ്, മുഗൾസ് ആൻഡ് മറാത്ത പീരീഡ്സ്, പിന്നെ 1857 റിവോൾട്ട്. പിന്നെ പൊളിറ്റിക്സിൽ വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ ആക്ട്സ്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 1 മുതൽ 4 വരെയുള്ള ആ ഒരു പാർട്ട്, പിന്നെ ഇലക്ഷൻ ആൻഡ് ഇലക്ടോറിയൽ പ്രോസസ്, പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും പിന്നെ ആർട്ടിക്കിൾസും അതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പഞ്ചായത്ത് രാജ് സിസ്റ്റം. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റാറ്റിക് ജികെയിലേക്ക് വരുമ്പോൾ ആർട്ട് ആൻഡ് കൾച്ചർ, പിന്നെ സ്പോർട്സ്, നാഷണൽ സിമ്പിൾസ് പഠിക്കണം, സിവിലിയൻ അവാർഡ്സ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ആൻഡ് ഡേയ്സ്, പിന്നെ മേജർ ഗവൺമെൻറ് സ്കീംസ്. പിന്നെ എക്കണോമിക്സിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 ഇയർ പ്ലാൻ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കറൻസി, ടാക്സേഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നാൽ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്ത് പഠിച്ചാൽ. പിന്നെ അടുത്ത ടോപ്പിക്ക് ജിയോഗ്രഫിയിലെ റീജിയണൽ ഡിവിഷൻസ്, പിന്നെ മേജർ മൗണ്ടൻ റേഞ്ചസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മേജർ റിവേഴ്സ് ഓഫ് ഇന്ത്യ, സോളാർ സിസ്റ്റം, പിന്നെ ട്രൈബ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഓഫ് ഇന്ത്യ.